ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. പറഞ്ഞ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ഇഷ്ടക്കേടിലിരിക്കായിരുന്നു ഇത്രയും നേരം. അപ്പോഴാണ് പൊന്നിൽ കുളിച്ചു വരുന്ന ആവണിയെ കണ്ടത്. എല്ലാം നല്ല കട്ടിയുള്ള ആഭരണങ്ങളാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാരം കൊണ്ട് അവൾക്ക് ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല. ഒരു 250 പവനെങ്കിലും ചുരുങ്ങിയതുണ്ടാവും. പാവനിപ്പോൾ എന്താ വില? ജീവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയൊക്കെ അന്നേരം വിരിഞ്ഞു. വസന്തനും ഏമയൊക്കെ സ്റ്റേജിൽ വന്ന് നിന്നു. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ജീവൻ അഭിമാനത്തോടെ എല്ലാവരെയും നോക്കിയപ്പോഴാണ് സ്റ്റേജിന്റെ തൊട്ടു താഴെ സ്റ്റെപ്പുകൾ കയറുന്ന ഭാഗത്തിൽ നിൽക്കുന്ന മേഘയെ കണ്ടത്. അവളെ കണ്ടപ്പോൾ ജീവൻ അവളെയും തറപ്പിച്ച് നോക്കി. ആശിച്ചു മോഹിച്ചൊരു കല്യാണമായിരുന്നു ഇന്ന്. അത് അവൾ ഒറ്റൊരുത്തിയാണ് ഇങ്ങനെ കലക്കി കയ്യിൽ തന്നത്. തനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? അപ്പോഴാണ് അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ അവൻ ശ്രദ്ധിച്ച്. ഇവൻ എങ്ങനെ ഇവിടെ വന്നു? രണ്ടാളും കൂടെ നിൽക്കുന്ന കണ്ടപ്പോൾ ജീവനിൽ അസൂയയും ദേഷ്യമൊക്കെ നിറഞ്ഞു. സ്വർണം കണ്ട സന്തോഷമൊക്കെ എങ്ങോ പോയി മറഞ്ഞു. ജീവൻ തന്നെ നേരെ നോക്കുന്ന കണ്ടപ്പോൾ മേഘ അവനെ നോക്കിയൊന്ന് പൂച്ചി ചിരിച്ചു. എടോ, അയാൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയോ? എന്താ മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത്? അന്ന് കണ്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ ആരും ഇട്ടടി അടിച്ചെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടു. കാതോരം വന്ന് സിദ്ധാർത്ഥി ചോദിച്ചപ്പോൾ മേഘ അവന് കേൾക്കാവുന്ന പാകത്തിൽ അരസമായി പറഞ്ഞു. രണ്ടാളും കൂടെ നിന്ന് സ്വകാര്യം പറയുന്നത് കണ്ടിട്ട് ജീവനെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. മേഘയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നിടയിൽ അരികിലിരിക്കുന്ന പെണ്ണിനെ അവനൊന്നും ശ്രദ്ധിച്ചുകൂടെയില്ല. മുഹൂർത്തമായപ്പോൾ പൂജിച്ചു കൊടുത്ത താലി ജീവൻ ആവണിയുടെ കഴുത്തിൽ ചാർത്തി അവളെ തന്റെ പാതിയാക്കി. ഒരു തുള്ളി കണ്ണുനീർ വേറൊരുവനെ ഓർത്ത് ആവണിയുടെ മിഴിത്തുമ്പിൽ അന്നേരം തങ്ങി നിൽപ്പുണ്ടായിരുന്നു. താലി കെട്ടി കഴിഞ്ഞ ഉടനെ സിദ്ധാർത്ഥ് തിരികെ പോകാൻ ഇറങ്ങി. അപ്പോഴേക്കും മേഘയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ബന്ധുക്കളെല്ലാം അവന്റെ ചുറ്റും കൂടി. കൂടെ മേഘയുടെ അച്ഛനും അമ്മയും അറിയാത്ത ബന്ധുക്കൾക്കൊക്കെ അവനെ പരിചയപ്പെടുത്തി കൊടുത്തു. ചെക്കിന്റെയും പെണ്ണിന്റെയും ഒപ്പം ഫോട്ടോ എടുക്കാൻ വിളിക്കുന്ന ബന്ധുക്കളൊക്കെ മേഘയുടെയും സിദ്ധാർത്ഥിന്റെ അടുത്ത് കൂടി നിൽക്കുന്നുണ്ട്. സുമതിക്ക് ചെറുതല്ലാത്ത രീതിയിൽ കുശുമ്പ് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ തിരികെ പോയി. പോകാൻ നേരം പരമേശ്വരനും മേഘയെ കാണാനായി വന്നിരുന്നു. വേദിയിൽ ഫോട്ടോ സെഷൻ അതിഗംഭീരമായി നടന്നുകൊണ്ടിരുന്നു. വസന്തസേനൻ ഭാര്യ ഹേമയും കൂട്ടി മകളുടെയും മരുമകളുടെയും അപ്പുറം ഇപ്പുറം നിന്ന് ഫോട്ടോ എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു. പോരാത്തതിന് അവരുടെ ബന്ധുക്കളെ വിളിച്ചു കയറ്റി ജീവനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ അവിടെ ആർത്തട്ടച്ച് വസന്തസേനൻ നിന്ന് വിളഞ്ഞു. ജീവൻ ഇടയ്ക്കിടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഇതുവരെയും തരാമെന്ന് പറഞ്ഞ പൈസയുടെ കാര്യത്തിൽ അയാളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ആ ബഹളത്തിനിടയിലും അർദ്ധരാത്രി ആയപ്പോൾ അയാളെ വിളിച്ചതാണ്. ഒക്കെ ശരിയാക്കണം മോനെ, നാളെ നേരം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ കണ്ടിട്ടാവും നടക്കാത്ത പോലെയാണ് പെരുമാറ്റം. തനിച്ചൊന്ന് കിട്ടിയിട്ട് വേണം കാശിന്റെ കാര്യം ചോദിച്ചറിയാൻ. ഏയ് ഒന്ന് ചിരിക്കൂ, മുന്നിൽ നിൽക്കുന്ന ക്യാമറാമാൻ ആവണിയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ജീവൻ അവളെ ചെരിഞ്ഞു നോക്കിയത്. എന്തോ കൊല്ലാൻ കൊണ്ടുവന്ന പോലെയാണ് അവളുടെ നിൽപ്പ്. ഇവൾക്കൊന്നും ചിരിച്ചാലെന്താ? ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താനായിട്ട്. അതിന് ആ തോളിലൊട്ടൊന്ന് കൈവച്ചേ, ക്യാമറാമാൻ പറഞ്ഞപ്പോൾ ജീവൻ ആവണിയുടെ തോളിൽ കൈവച്ചു. ഒന്നുകൂടെ ചേർന്ന് നിന്നു. പെട്ടെന്ന് അവൻ പിടിച്ചപ്പോൾ മനുഷ്യ സഹജമായ തോന്നൽ കൊണ്ട് ആവണി പെട്ടെന്ന് വിട്ടുമാറാൻ നോക്കിയപ്പോൾ ജീവന് ദേഷ്യം കയറി. അവനൊന്നുകൂടെ പിടിമുറുക്കി. ആവണിക്ക് അത് മനസ്സിലായിട്ടോ എന്തോ അവൾ പിന്നെ നീങ്ങി മാറാൻ നിന്നില്ല. ഇനി എന്തായാലും കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. അടുത്തിരിക്കുന്ന ഈ മനുഷ്യനെ അംഗീകരിച്ചേ പറ്റൂ. ആവണി യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നു. പതിയെ തലയിരിച്ച് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് കൂളിംഗ് ഗ്ലാസ് ആണ്. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ വെച്ച് നടക്കുന്നത്? സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചെവിയിൽ പഞ്ഞിരിക്കുന്നു. ഇതെന്താണോ പഞ്ഞി? അതെ, ചെവിയിൽ എന്ത് പറ്റിയതാ? പഞ്ഞിയുണ്ടല്ലോ. അത്രയും നേരം വായിൽ പഴം തിരികെ വെച്ച പോലെ നിരുന്നവൾ ചോദിച്ച ചോദ്യം കേട്ട് ജീവന് നാണക്കേട് തോന്നി. വേറെ എന്തെല്ലാം ചോദിക്കാനുണ്ട്? അപ്പൊ അവൾ ഇത് മനഃപൂർവ്വം തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെ ചോദിച്ചതാണ്. ജീവൻ തന്റെ കൂളിംഗ് ഗ്ലാസ് അഴിച്ചു മാറ്റി ആവണിയെ രൂക്ഷമായി നോക്കി. അവന് നോട്ടം കണ്ട് പേടിച്ച് അവൾ പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിക്കാൻ പോയില്ല. രണ്ട് വീട്ടുകാർ ഒരുമിച്ച് നടന്ന കല്യാണമായതിനാൽ റിസപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ രണ്ടാളും ഭക്ഷണം കഴിക്കാൻ പോയി. അന്നേരമൊക്കെ ജീവൻ കണ്ണുകൾ കൊണ്ട് മേഘയെ തിരഞ്ഞു. ഇടയ്ക്കെപ്പോഴോ ജിനി അവനോട് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ പോയെന്ന്. ഇറങ്ങാൻ സമയമായപ്പോൾ ആവണി കരച്ചിലാരംഭിച്ചു. ജീവൻ മടുപ്പോടെ നീങ്ങുന്നതേയുള്ളൂ. ഇനി അവിടെ കരച്ചിൽ കാണാനിട്ട. ആ വസന്തനാണെങ്കിൽ ഒരാളിനെ പോലെ വഴി നടക്കുകയാണ്. അയാളെ തനിച്ചിട്ട് നിങ്ങൾ കാശിന്റെ കാര്യം ചോദിക്കായിരുന്നു. അമ്മ മുറിമുറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ദിവസങ്ങൾ നീണ്ടുപോയാൽ ശരിയാവില്ല. ആവണി അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു കഴിഞ്ഞ് ബന്ധുക്കൾക്കിടയിലേക്ക് നീങ്ങിയ നേരത്ത് ജീവൻ വസ്തനെ ചെന്ന് തോണ്ടി പിന്നിലേക്ക് വിളിച്ചു. ആ എന്താ മോനെ? അയാളുടെ ഒന്നും അറിയാത്ത പോലെ നിൽപ്പ് കണ്ടപ്പോൾ ജീവന് തരിച്ചു കയറി. അല്ല, കാശിന്റെ കാര്യം ഇന്ന് നോക്കാന്നാണ് പറഞ്ഞ്. വസന്തന് കേട്ടപ്പോൾ തന്നെ തലയൊന്ന് ചൊറിഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ ഇന്നും കാര്യം നടക്കില്ലെന്ന് ജീവന് മനസ്സിലായി. മോനെ ഉള്ളത് പറയാലോ, വിചാരിച്ച 1-2 സ്ഥലത്തുനിന്ന് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ബിസിനസ്സും കുറച്ച് ടൈറ്റാ. ഒരു 2 ദിവസം അതിനുള്ളിൽ എല്ലാം ശരിയാവും. പറഞ്ഞ പണവും കാറും ഒക്കെ അപ്പൊ തരാം. അപ്പൊ കാറും ഇല്ലേ? ജീവന്റെ ശബ്ദം അവനറിയാത്തതിന് ഉയർന്നു തുടങ്ങിയിരുന്നു. ഇന്നെന്തായാലും കാർ എത്തിക്കാമെന്ന് അയാൾ പറഞ്ഞതായിരുന്നു. അതെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാറിന്റെ കാര്യമല്ലേ ജീവൻ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞ മനസ്സിലായില്ലേ?
ജീവന്റെ ശബ്ദം ഉയർന്ന് ഇഷ്ടപ്പെടാതെ വസന്തസേന മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛനും മോനും ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ദേ അവിടെ ഇറങ്ങാൻ സമയമായി. വസന്തന്റെ മൂത്ത പെങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി. വസന്തൻ അപ്പോഴേക്കും പഴയ ചിരി മുഖത്തെ എടുത്തണിഞ്ഞിരുന്നു. ചെക്കനും പെണ്ണും ജീവന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും സുമതിയും കൂട്ടരും അവരെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആരതി ഒഴിഞ്ഞതിന് ശേഷം കയ്യിലിരുന്ന നിലവിളക്ക് സുമതി ആവണിയുടെ നേർക്ക് നീട്ടി. അത് വാങ്ങി മനസ്സെറിഞ്ഞ പ്രാർത്ഥനയോടെ ആവണി വലതുകാൽ വെച്ച് വീടിനകത്തേക്ക് കയറി. രാഘവന്റെ പെങ്ങൾ കാണിച്ചു കൊടുത്ത പൂജാമുറിയിലേക്ക് വിളക്ക് വെച്ച് അവൾ വീണ്ടും ഹാളിലേക്ക് തന്നെ വന്നു. ജീവൻ അവിടെയെങ്കിലും നോക്കിയിട്ട് കണ്ടില്ല. ആകെ വല്ലാത്ത തളർച്ച പോലെ. ഈ സാരിയോ ആഭരണങ്ങൾ അഴിച്ചു മാറ്റിയാൽ തന്നെ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. കുറച്ചു നേരം ഈ മാലകളും വളകളും കൂടെ ഇട്ട് നിന്നാൽ തന്റെ കൈയും കഴുത്തുമൊക്കെ ഒടിഞ്ഞു തൂങ്ങുമെന്ന് ആവണിക്ക് തോന്നി. അത്രമാത്രം ഭാരം. ജിനിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ആളോട് വിവരം പറയാമായിരുന്നു. പക്ഷെ ജിനി എവിടെയും കണ്ടില്ല. അപ്പോഴാണ് സുമതി അവിടേക്ക് വന്ന്, മോളി ഇവിടെ നിപ്പാണോ? അങ്ങോട്ട് വാ, അവിടെ എല്ലാവരും ഉണ്ട്. അമ്മേ, എനിക്കിതൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. ദേഹമൊക്കെ വല്ലാണ്ട് വേദനിക്കുന്നു. അവരെ കാണുമ്പോൾ തന്നെ കുറച്ച് പേടി തോന്നുന്നുണ്ടായിരുന്നുവെങ്കിലും ആവണി പറഞ്ഞു. സുമതി അവളുടെ കഴുത്തിലേക്കും കൈകളിലേക്കും ഒക്കെ കൊതിയോടെ നോക്കി. ഇഷ്ടംപോലെ ആഭരണങ്ങളുണ്ട്. ഇതൊക്കെ കയ്യിൽ വാങ്ങി വെച്ചിട്ട് വേണം എല്ലാ ദിവസവും ഓരോന്ന് മാറി മാറി ഇടാൻ. ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് വിടാം മോളെ. അല്ല മോളെ, ഇതൊക്കെ കൂടി എത്ര പാവം കാണും? ഒരു 300 പവനെങ്കിലും ഉണ്ടാവുമല്ലേ? കൊതിയോടാവില്ലെൻ തൊട്ട് തലോടിക്കൊണ്ട് സുമതി പറഞ്ഞപ്പോൾ ആവണി ആകെ പകച്ചുപോയി. ഇവരെന്താണ് ഇപ്പൊ ചോദിച്ച്? എല്ലാം കൂടെ 300 പവനോ? അപ്പൊ അച്ഛനൊന്നും പറഞ്ഞില്ലേ? അവളെന്തോ പറയാൻ പോയപ്പോഴേക്കും സുമതി അവിടുന്ന് ജിനിയെ വിളിക്കാനായി പോയി. ആവണി വിളറി വെളുത്ത് അവിടെ നിന്നു. സുമതി ജിനിയെ പറഞ്ഞയച്ച് ജിനി ആവണിയുടെ അടുത്തേക്ക് വന്നപ്പോഴും ആവണി അതേ നിൽപ്പ് തന്നെയായിരുന്നു. ചേച്ചി എന്താലോചിച്ച് നിൽക്കുക? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. വാ, ഇതൊക്കെ മാറ്റിയുണ്ടേ. ആ വേണം. ജീവന്റെ മുറിയിലേക്ക് തന്നെയാണ് ജിനി ആവണിയും കൂട്ടി പോയത്. ആദ്യം നമുക്ക് സ്വർണ്ണം കഴിച്ചെടുക്കാം അല്ലേ? അട്ടിയിട്ട പോലെ കിടക്കുന്ന ആഭരണങ്ങൾ നോക്കിക്കൊണ്ട് ജിനി പറഞ്ഞു. സ്വർണ്ണം എന്ന് കേട്ടപ്പോഴേക്കും ആവണിയുടെ ഉള്ളു കത്തി. അവൾ ഒന്നും മിണ്ടാതെ പരിഭ്രമത്തോടെ നിന്നു. ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ജിനി ആലോചിച്ചെങ്കിലും വീട്ടിൽ നിന്ന് വിട്ടുപോകുന്ന വിഷമം കൊണ്ടായിരിക്കുമെന്ന് അവൾ കരുതി. കയ്യിലെ വളകൾ സൂക്ഷ്മതയോടെ അഴിച്ചെടുത്തു. അഴിച്ചിരുന്ന വളകളൊക്കെ റൂമിലെ കട്ടിൽ തന്നെ 2 സെക്ഷനായി മാറ്റിവെക്കുന്ന ജിനി ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് മാലകളിൽ പിടുത്തമിട്ടു. വളകൾ അഴിക്കുന്ന പോലെ ആയിരുന്നില്ല മാലകൾ അഴിച്ചെടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോന്ന് കുരുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. സൂക്ഷ്മതയോടെ രണ്ടുപേരും കൂടെ മാലകൾ അഴിച്ചെടുത്തു. അതും വേറെ മാറ്റി മാറ്റി ആവണി വെച്ചു. പിന്നെ കമ്മലും മോതിരങ്ങളും കൂടെ അഴിച്ചു. കഴുത്തിൽ താലിമാലയും കൈകളിൽ നേർത്ത 2 വളയും മാത്രം ബാക്കിയായി. ആ താലിമാലയും കൂടെ അഴിച്ചു മാറ്റാൻ ആവണിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത്രമാത്രം ഭാരം ആ മാലയ്ക്കുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ താലി അഴിച്ചു മാറ്റിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാലെന്ന പേടി കൊണ്ട് അവളത് വേണ്ടെന്ന് വെച്ചു. ഇനി ഇതൊക്കെ ഇട്ട് വെക്കണ്ടേ? ഞാൻ അമ്മയുടെ അടുത്ത് ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് വരാം. ജിനി അതും പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ ആവണി തളർന്ന് കട്ടിലേക്കിരുന്നു. അച്ഛൻ എന്നാലും എന്ത് പണിയെ കാണിച്ച്? അമ്മയുടെയും ജിനിയുടെയും സംസാരം കേട്ടാൽ തന്നെ അറിയാം അവർക്കൊന്നും അറിയില്ല എന്ന്. 2 ആഴ്ച മുമ്പാ അച്ഛൻ്റെ പാടിന് അറ്റാക്ക് വന്ന് സർജറി കഴിഞ്ഞ് കിടപ്പായത്. അപ്പോൾ തന്നെ കുറേ നഷ്ടങ്ങൾ അച്ഛനെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. എന്നാലും കല്യാണം അച്ഛൻ വിചാരിച്ച പോലെ തന്നെ നടത്തണമെന്ന് അച്ഛനും നല്ല വാശിയായിരുന്നു. കല്യാണത്തിന് വിചാരിച്ച പൈസ ഒന്നും അച്ഛനെ കിട്ടിയിട്ടില്ല. എങ്ങനെയൊക്കെ റോൾ ചെയ്തിട്ടാ ഇപ്പം ഇങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞ് കിട്ടിയത്. ആവണി കൂമ്പാരം പോലെ കിടക്കുന്ന ആഭരണങ്ങളിലേക്ക് നോക്കി. കുറച്ച് നീക്കിയിട്ടിരിക്കുന്ന കുറച്ച് സ്വർണത്തിന്റെ ആഭരണങ്ങളിലേക്ക് നോക്കി. 30-35 പവൻ മാത്രമേ ഉള്ളൂ. അതിൽ സ്വർണം, ബാക്കിയെല്ലാം ഇമിറ്റേഷൻ ഗോൾഡ് ആണ്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുമ്പിൽ അവരുടെയൊക്കെ കണ്ണു തള്ളുന്ന വിധത്തിൽ നിറയെ ആഭരണങ്ങൾ അണിഞ്ഞേൽക്കണമെന്ന് അച്ഛന് വാശിയായിരുന്നു. താനും അമ്മയും വേണ്ടെന്ന് ആവുന്നത്ര പറഞ്ഞാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ജീവന്റെ വീട്ടുകാർക്കെല്ലാം അറിയാം നിറയെ സ്വർണം ഇട്ടില്ലെങ്കിൽ അവർക്ക് നാണക്കേടാവുമെന്ന്. 2-3 ആഴ്ച കഴിയുമ്പോൾ പറഞ്ഞ സ്വർണവും കാശും കാറും തരുമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ താനും അമ്മയും സമ്മതിക്കാതെയായപ്പോൾ അച്ഛൻ വെറുതെ പറഞ്ഞതായിരുന്നു ആ നുണ. ഇതിപ്പോൾ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും? ആൾക്കൊരു എത്തുമ്പടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. റൂമിൽ തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗ് ഇരിപ്പുണ്ട്. അതിൽ ഫോണുമുണ്ട്. അവൾ വേഗം തന്നെ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു. 2-3 തവണ വിളിച്ചിട്ടാണ് വസന്തം ഫോൺ എടുത്തത്. മോളെ. അപ്പുറത്തുനിന്ന് സങ്കടത്തോടെ വിളിക്കുന്ന വസന്തന്റെ ശബ്ദം കേട്ടപ്പോൾ ആവണിക്ക് ദേഷ്യമാണ് തോന്നിയത്. അച്ഛൻ നല്ല പണിയെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇവർക്ക് സ്വർണത്തിന്റെ കാര്യം എന്തെങ്കിലും അറിയാവോ? അവരുടെ സംസാരത്തിൽ നിന്നൊന്നും അറിയില്ലെന്ന് എനിക്ക് തോന്നി. അച്ഛൻ എല്ലാവരോടും പറയാന്ന് പറഞ്ഞിട്ട്. അത് മോളെ, അച്ഛൻ ഓരോ തിരക്കിനിടയിൽ അതങ്ങ് വിട്ടുപോയി. അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 2 ആഴ്ച അതിനുള്ളിൽ അച്ഛൻ മുഴുവൻ സ്വർണം തരുമല്ലോ. പിന്നെന്തിനാ പേടി? ഇപ്പൊ മോളിതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട. അതൊക്കെ സ്വർണ്ണാന്ന് അവർ കരുതിയിരുന്നോട്ടെ. വളരെ നിസ്സാരമായി വസന്തം പറയുന്ന കേട്ടപ്പോൾ ആവണിക്ക് ഉറക്കെ പൊട്ടിക്കരാനാണ് തോന്നിയത്. ഒന്നും പറയേണ്ട പോലും. എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത്? എങ്ങനെയെങ്കിലും താൻ പറയാതെ അവരറിഞ്ഞാൽ പിന്നെ അതിലും വലിയ പ്രശ്നമാവും. അമ്മയും മകനും പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടത്തിലൊന്നുമല്ല. ആരായാലും ഇങ്ങനത്തെ കാര്യം പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. എടി മോളെ, നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പുറത്ത് വീണു വസന്തന്റെ ശബ്ദം കേട്ടപ്പോൾ വലുതും വാവിട്ട് താൻ അച്ഛനെ പറയുമെന്ന് കരുതി ആവണി വേഗം ഫോൺ കട്ട് ചെയ്തു. മോള് വീട്ടിലേക്ക് വിളിക്കായിരുന്നോ? പുറകിൽ നിന്നും സുമതിയുടെ ശബ്ദം കേട്ടപ്പോൾ ആവണി പ്രയത്തെ കണ്ട പോലെ വിളറി. അവരുടെ കയ്യിൽ ഒരു വലിയ പെട്ടിയുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരെണ്ണത്തിൽ കൊള്ളുവോ ആവോ? ഇല്ലെങ്കിൽ വേറെ ഒരെണ്ണം കൂടി എടുത്തുകൊണ്ട് വരാം. ആവും പറഞ്ഞ സുമതി ആ ഇമിറ്റേഷൻ ഗോൾഡുകളൊക്കെ വാരിയെടുത്ത് പെട്ടിയിലാക്കിക്കൊണ്ടിരുന്നു.
പിന്നെ മോളെ, സാധാരണ മരുമക്കളുടെ സ്വർണ്ണമൊക്കെ അമ്മായിമാർ സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ടേ. അതുകൊണ്ട് അമ്മ തന്നെ ഇതൊക്കെ കയ്യിൽ വെച്ചോളാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നറിയാം. എന്നാലും അമ്മ ചോദിച്ചെന്നേ ഉള്ളൂ. മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ എടുത്തു തരാം, പോരെ? ആവണി അന്നേരം നമുക്ക് ഒന്നും മിണ്ടാൻ നിന്നതേ ഉള്ളൂ. സുമതി ആർത്തിയോടെ ഇമിറ്റേഷൻ ഗോൾഡൊക്കെ പെട്ടിയിൽ നിറച്ച ശേഷം കുറച്ചായി നീക്കിയിട്ടിരിക്കുന്ന ഒറിജിനൽ ഗോൾഡ് പെട്ടിയിൽ നിറക്കാൻ തുടങ്ങി. ഒരു മാലയെടുത്തപ്പോഴേക്കും ആവണി അവരുടെ അരിയിലേക്ക് ഓടി വന്നു. ഇപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ ആഭരണങ്ങളാണ്. അത് ഇമിറ്റേഷൻ ഗോൾഡിന്റെ കൂട്ടത്തിൽ വെച്ചാൽ ശരിയാവില്ല. അമ്മേ, അതൊന്നും ഇതിൽ വെക്കണ്ട. വിറയിലോടെയാണ് ആളത് പറഞ്ഞ്. അതെന്താ മോളെ, എല്ലാം കൂടെ ഒരുമിച്ചിരുന്നോട്ടെ, അതല്ലേ നല്ലത്. അവിടെ ആ പറച്ചിൽ അനിഷ്ടം തോന്നിയെങ്കിലും സുമതി സംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല അമ്മേ, ഈ കിടക്കുന്നൊക്കെ സ്വർണ്ണ, പക്ഷേ ആ പെട്ടിയുള്ളതൊന്നും സ്വർണ്ണമല്ല. പേടിയോട് ആവണി പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാവാത്ത മട്ടിൽ സുമതി നിന്നു. 2 or 3 മാലകളും 4-5 വളകളുമുള്ള ആ കൂട്ടത്തിലേക്ക് സുമതി അവജ്ഞതയോടെ നോക്കി. താഴെ കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുകയാണ് ജീവൻ. ജീവാ, എടാ ജീവാ! അപ്പോഴാണ് ആ മുകളിൽ നിന്ന് സുമതിയുടെ ഉറക്കെയുള്ള അലർച്ച കേട്ടത്. ഈ അമ്മ ഇത് മനുഷ്യൻ നാണം കെടുത്താനായിട്ട്. പല്ലിയടിച്ചുകൊണ്ട് കൂട്ടുകാരോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജീവൻ അമ്മയെ അന്വേഷിച്ചു. ജിനി പറഞ്ഞു അമ്മ ജീവന്റെ റൂമിലുണ്ടെന്ന്. നേരെ അവൻ തന്നെ മുറിയിലേക്ക് കടക്കുമ്പോൾ തന്നെ കേട്ടിരുന്നു അകത്തുനിന്ന് സുമതിയുടെ ഉറക്കെയുള്ള ചീത്തവിളിയും ആവണിയുടെ കരച്ചിലും. വന്നു കയറിപ്പോഴേക്കും ഇവർ തുടങ്ങിയോ? എന്ത് വിചാരിച്ചിട്ട് ആ പെണ്ണിനടുത്ത് ബഹളത്തിനില്ലെന്ന്? കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും ആവണിയുടെ കരച്ചിലും അമ്മയുടെ ഒച്ചയും അവനെ ഭയപ്പെടുത്തി. ജീവൻ മുറിയിലേക്ക് പാഞ്ഞു കയറി സുമതിയെ ചെന്നൊന്ന് പിടിച്ചു. എന്താ എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ അമ്മ വെറുതെ കിടന്ന് അണ്ണാക്കുറക്കുന്നത്? ഇവിടെ താഴെ മുകളിലൊക്കെ ആളിലറിയില്ലേ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇവൾക്ക് എന്തു പറ്റിയതാ? ഇവളെന്തിനാ കരയുന്നേ? വിടാന്നെ! സുമതി സർവ്വശക്തിയും എടുത്ത് ജീവന്റെ കയ്യിൽ നിന്നും കുതിരി മാറി. നിങ്ങൾക്ക് ഇതെന്ത് ഭ്രാന്തതളേ? ജീവൻ ചീറി. അല്ലെങ്കിൽ ഓരോന്നോർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് സുമതിയുടെ ഓരോ പ്രകടനങ്ങൾ. ഭ്രാന്ത് ഇരിക്കലടാ, ദേ ഈ നിൽക്കുന്നത് നിന്റെ പെണ്ണിനും അവിടെ തന്തൊക്കെയാ. നാണോ മാനില്ലാത്ത കൂട്ടര്. പൊട്ടിക്കറിയുന്ന ആവണിയെ നോക്കി സുമതി ചീറി. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം തകർത്തു. നിങ്ങളൊന്ന് കാരി തെളിച്ചോരമ്മേ. എടാ, തന്തയും മോളും കൂടെ നമ്മളെ പറ്റിക്കായിരുന്നു. ദാ ആ കൂടി കിടക്കുന്ന കുറച്ചൊഴിച്ച് ബാക്കിയുള്ളൊക്കെ മുക്കുകൊണ്ടാ. തന്തയും മോളും കൂടെ നമ്മളെ പറ്റിക്കായിരുന്നോ മോനെ? ഒന്നുമില്ലാത്ത പെണ്ണിനെ നമ്മുടെ തലയിൽ കെട്ടിവെച്ചാങ്ങേര്. സുമതി അതും പറഞ്ഞ് തന്നെ തലക്കടിച്ചുകൊണ്ട് കരച്ചിലോടെ ചുമരിലൂടെ ഊന്നിറങ്ങി താഴേക്കിരുന്നു. അമ്മ പറയുന്ന കേട്ട് ജീവന് തന്റെ ചുറ്റും ഭൂമി ഇറങ്ങുന്ന പോലെ തോന്നി. എന്താണ് ഈ കേട്ടത്? ഈ മല പോലെ കിടക്കുന്നൊക്കെ മുക്കുകൊണ്ടാണെന്നോ? തലയിൽ എന്തോ വണ്ടുകൾ മൂളിപ്പറക്കുന്ന പോലെ. നീ എന്താ കൊട്ടം കടിച്ച പോലെ നിൽക്കുന്നത്? ചോദിക്കണം അവളോട്. അമ്മയുടെ ചോദ്യമാണ് അവൻ ഉണർത്തിയത്. ജീവൻ ആവണിന് നേരെ ചെന്നു. അവന്റെ വരവും തന്നെ നോക്കുന്ന നോട്ടൊക്കെ കണ്ട് ആവണി ആലില പോലെ വിറച്ചു. ഞാനൊന്നും അറിഞ്ഞല്ല, അച്ഛൻ പറഞ്ഞ നിങ്ങളോട് വിവരം പറയാന്ന്. 2 ആഴ്ച കഴിഞ്ഞിട്ട് അച്ഛനെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. അവൾ കരയുന്നതും പറയുന്നതും കേട്ടിട്ടും ജീവനൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല. ദേഷ്യം കൊണ്ട് അവളുടെ കൈ പിടിച്ച് അവൻ ഒറ്റ തിരിതിരിച്ചു. തന്റെ കൈ തോളിൽ നിന്നും പറഞ്ഞു പോകുന്ന പോലെ ആവണിക്കാൻ നേരം തോന്നി. അവൾ ഉറക്കെ കരഞ്ഞപ്പോഴേക്കും ജീവൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. കള്ളി, പെരുങ്കള്ളി, വേണ്ടി പോരുത്. തന്തയും മോളും കൂടെ പറ്റിക്കാൻ നോക്കുന്നോ? നീയൊക്കെ എന്താണ് വിചാരിച്ച ജീവനെ കുറിച്ച്? ആവണി വേദന കൊണ്ട് പൊളഞ്ഞു. വന്നേറിയ ദിവസം തന്നെ ഇങ്ങനെ ദുരന്തമാവും നടക്കാൻ പോകുന്നതെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. വായ പൊത്തിയതിന് മുറുക്കം കൂടിയപ്പോൾ ആവണിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവൾ ജീവന്റെ കൈകളിൽ അള്ളിപ്പിടിച്ചപ്പോൾ അവൻ പതുക്കെ പിടിവിട്ടു. എടി പുല്ലേ, 2 ആഴ്ചയല്ല 2 ദിവസം പോലും ഞാൻ ക്ഷമിക്കില്ല. വിളിച്ചു പറഞ്ഞെങ്കിൽ നിന്റെ തന്തയോട് ഞാൻ പറഞ്ഞ പോലെ കാര്യം നടന്നില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നു. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. ജീവൻ ചൂണ്ടുവിരൽ വരുത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ആവണിക്ക് മരിച്ചു പോയാൽ മതിയെന്ന് തോന്നി. നാണില്ലാത്തവള് കിടന്ന് മോങ്ങുന്നുണ്ടില്ലേ? ജീവൻ മുറിയിൽ നിന്നും പോയപ്പോൾ സുമതി ഇരുന്നിരുന്ന് എഴുന്നേറ്റു. ആവണി മാറ്റിവെച്ച സ്വർണ്ണാഭരണങ്ങൾ തന്റെ കൈയുള്ള പെട്ടിയിലേക്ക് വാരി നിറച്ചിട്ടു. അയ്യോ, ഇത് നോക്കി ഇതിന്റെ മൂലക്ക് പോലും ഇല്ല. എന്റെ ഈശ്വര, നാട്ടുകാരോടും ബന്ധുക്കളോടൊക്കെ ഞാനിനി എന്ത് പറയും? വലിയ പെട്ടിയുടെ മൂലയിലായി കിടക്കുന്ന തന്റെ സ്വർണ്ണങ്ങളിലേക്ക് ആവണി സങ്കടത്തോടെ നോക്കി. സുമതി ആ പെട്ടിയിൽ നിന്ന് ആങ്ങിപ്പിടിച്ച് ആ സ്വർണ്ണങ്ങൾ കൊണ്ട് തന്റെ മുറിയിലേക്ക് പോയി. ആവണി അവിടെ തന്നെ കരഞ്ഞുകൊണ്ട് നിന്നു. പിന്നെ ആരോളം അന്വേഷിക്കാനൊന്നിനും വന്നില്ല. നേരം വൈകുന്നേരം ആവുന്നു, പിന്നെ ഇരുട്ടാവുന്നൊക്കെ അവൾ ആ മുറിയിലിരുന്ന് തന്നെ അറിഞ്ഞു. വല്ലാത്ത വിശപ്പ്. 2 ദിവസമായി ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാനും ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും പേടി. അവൾ ആ മുറിയിൽ തന്നെ ഇരുന്ന് വിശന്നതളന്ന് ഉറങ്ങിപ്പോയി. അർദ്ധരാത്രിയിൽ എപ്പോഴോ തന്റെ അടുത്തൊരു അനക്കറിഞ്ഞപ്പോഴാണ് ആവണി ഉറക്കഞ്ഞെറ്റി കണ്ണുകൾ തുറന്ന് നോക്കിയത്. 0 ബൾബിന്റെ വെളിച്ചത്തിൽ കണ്ടു അരികിൽ നിൽക്കുന്ന ജീവനെ. അവന് വല്ലാത്തൊരു രൂക്ഷഗന്ധം. തന്റെ അച്ഛൻ മദ്യപിക്കുന്ന ആളായതിനാൽ ആ ഗന്ധം എന്തിനാണെന്ന് തിരിച്ചറിയാൻ അവൾക്കധികം സമയം വേണ്ടി വന്നില്ല. ജീവൻ തന്റെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി വരുന്ന കണ്ടപ്പോൾ ആവണി പേടിച്ചിരണ്ട് കട്ടിലിന്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി. അപ്പോഴേക്കും ജീവൻ മുറിയിൽ ലൈറ്റുകളും തെളിയിച്ചു. ജീവന്റെ മുഖം കണ്ട് ആവണിക്ക് വല്ലാത്ത പേടി തോന്നി. അവൾ ഒന്നുകൂടെ കട്ടിലിന്റെ മൂലയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരുന്നു. എവിടേക്കാണ് നീ പോകുന്നത്? ജീവനോട് കാലുകളിൽ പിടുത്തമിട്ട് നേരെ വലിച്ചിട്ടു.
പെട്ടെന്നുള്ള ആ വലിയിൽ ആവണി മറന്ന് ബെഡിൽ തന്നെ വീണു. ഇട്ടിരിക്കുന്ന ഡ്രസ്സുകൾ വലിച്ചു മാറ്റി ജീവൻ ആവണിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ പേടിച്ചരണ്ട മിഴികളോട് അവരെ നോക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ അവളുടെ മേലുള്ള വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റപ്പെട്ടിരുന്നു. പ്ലീസ്, എനിക്ക് തീരെ വയ്യ, എന്നെ ഒന്നും ചെയ്യരുത്. കഴുത്തിന് താഴെ അവന്റെ കൈകൾ വേഗതയിൽ ചലിച്ചു തുടങ്ങിയപ്പോൾ തന്റെ നഗ്നത ഇരു കൈകൾ കൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആവണി വിറച്ചുകൊണ്ട് പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.